കുന്തിയും വളരെ ഉദാരവതിയായിരുന്നു. കുന്തി വസ്തുത മറച്ചു വെച്ചു എന്ന് പറഞ്ഞല്ലേ, തനിക്ക് പറ്റിയ അബദ്ധം മറച്ചു വെച്ചു എന്ന് പറഞ്ഞല്ലേ, ആദ്യം ബഹുമതി കിട്ടുന്നതിന് വേണ്ടിയാണ്, രാജ്ഞി എന്നുള്ള നിലയിലാണ് മറച്ചു വയ്ക്കുന്നത്. കാരണം സീതയ്ക്ക് കുഴപ്പമൊന്നും പറ്റാഞ്ഞിട്ട് ആ കുഴപ്പത്തിൻ്റെ പേരിൽ സീതയെ അപവദിച്ച ജനങ്ങളാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു സംഗതി പ്രസിദ്ധപ്പെടുത്തിയാൽ എങ്ങനെ ഇരിക്കും? അശോകവനികയിൽ രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് സുരക്ഷിതയായിരുന്ന സീതയെക്കുറിച്ച് 11 മാസം 20 ദിവസം അവിടെ താമസിച്ചതിൻ്റെ പേരിൽ അപവാദങ്ങൾ പറഞ്ഞു പരത്തിയവരാണ് ജനങ്ങൾ. അതിൽ ജനങ്ങൾക്ക് കുറ്റമില്ല, പറഞ്ഞു പോകും ആരായാലും. അപ്പോൾ സീതയോടുള്ള ബഹുമാനം പോയില്ലേ? ഇത് ശരിക്കും തെറ്റ് സംഭവിച്ചതാണ്. അപ്പോൾ സംഭവിച്ച തെറ്റ് അത്തരം ഒരു സന്ദർഭത്തിൽ ഏറ്റു പറഞ്ഞാലോ, അപ്പോൾ അതൊരു രാജ്ഞിയുടെ അഭിമാനത്തെ ബാധിക്കുന്നതാണ്, രാജ്ഞിയുടെ സ്ഥാനത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. അങ്ങനെ അനേകം കാരണങ്ങളുണ്ട്. ഞാൻ കന്യകയായിരുന്നപ്പോൾ ഞാൻ പ്രസവിച്ച കുട്ടിയാണ് കർണൻ എന്ന് അരങ്ങേറ്റ സഭയിൽ എഴുന്നേറ്റ് പറയാഞ്ഞതിന് കാരണം അതാണ്. രാജ്യം എന്നുള്ള സ്ഥാനം പോകും. ആ രാജ്ഞി എന്നുള്ള സ്ഥാനത്തിന് വലിയ വിലയുണ്ട്, വലിയ മൂല്യമുണ്ട് ഒരു രാജകുടുംബത്തിൽ പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. കൗസല്യ പരാതി പറയുന്നുണ്ട്, എനിക്ക് രാജാവിലൊരു സ്വാധീനവും ഇല്ലല്ലോ, കൈകൈക്കല് സ്വാധീനം, പക്ഷേ ചീഫ് വൈഫാണ്. അങ്ങനെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരു മുഖ്യനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുഖ്യയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ മുഖ്യ ഭാര്യയാണ്, മുഖ്യപത്നിക്കൊരു സ്ഥാനവുമില്ല. അപ്പോൾ അവരാഗ്രഹിക്കുന്നതാണ് ആ സ്ഥാനം. അപ്പോൾ ആ സ്ഥാനം പോകരുത്, ആ സ്ഥാനം സംരക്ഷിക്കപ്പെടണം. കുന്തി തുറന്നു പറഞ്ഞാലോ, അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് രാജ്യമായിട്ട് വേണ്ട എന്ന് ജനങ്ങൾ പറയും. പാണ്ഡുവിൻ്റേതല്ലാതെ, പാണ്ഡുവിൻ്റെ സമ്മതത്തോടുകൂടി പുത്രന്മാരെ പ്രസവിക്കുന്നത് പോലെ അല്ലാതെ, പാണ്ഡുവിൻ്റെ സമ്മതമില്ലാതെ കന്യകയായിരുന്നപ്പോൾ തന്നെ കന്യകാത്വത്തെ ലംഘിക്കുകയും അത് ഇതുവരെ ഒളിച്ചു വച്ചിരിക്കുകയും ചെയ്ത വക്ര സ്വഭാവമുള്ള ഒരു സ്ത്രീയെ ഈ കുരുവംശത്തിലെ പരിപാവനമായ, ചന്ദ്രവംശത്തിലെ പരിപാവനമായ ഈ വംശസന്തതികൾ ഇരുന്നിട്ടുള്ള സിംഹാസനത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് ജനങ്ങൾ പറഞ്ഞാൽ കാര്യം കുഴപ്പമായില്ലേ? അതുകൊണ്ടാണത് മറച്ചു വെച്ചത്. അപ്പം അന്ന് ആ സ്ഥാനത്തോട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സ്ഥാനത്തോടും ആഗ്രഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കുന്തി വളർന്നു. അപ്പോൾ തുറന്നു പറഞ്ഞു, ഞാൻ കന്യകയായിരുന്നത് പ്രസവിച്ചതാണ്, എനിക്ക് മനസ്സുണ്ടായിട്ട് പ്രസവിച്ചു എന്നുള്ള നിലയിൽ തന്നെ സംസാരിച്ചപ്പോൾ, അതുകൊണ്ട് അവനും കൂടി ബലിയിടണം നിങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ധർമ്മപുത്രരുടെ സ്വസ്ഥത മുഴുവൻ പോയത്. ധർമ്മപുത്രർ ഈ രഹസ്യം അറിയുന്നതിന് മുമ്പും കർണനെ ചൊല്ലി അദ്ദേഹത്തിന് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. കാരണം ഇവൻ അർജുനനെ കൊല്ലും എന്ന നിലയിൽ രാത്രിയിലൊക്കെ അദ്ദേഹം പേടി സ്വപ്നം കൊണ്ട് എഴുന്നേൽക്കുമായിരുന്നു. കർണനെ ഞെട്ടി കുറച്ചെഴുന്നേൽക്കും. ഭീരുവായതുകൊണ്ടല്ല, ഈ വിചാരം ഇങ്ങനെ മനസ്സിൽ കിടന്നിട്ട് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ്, അതിൻ്റെ ഒരു മനസ്തത്വപരമായ പ്രതികരണം എന്നുള്ള നിലയിൽ സ്വപ്നം കൊണ്ട് പിടിക്കും. അപ്പോൾ കർണൻ മരിക്കുന്നതിന് മുമ്പും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നു. കർണൻ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് പ്രശ്നമായി. കാരണം തൻ്റെ മൂത്ത ജ്യേഷ്ഠനെ കൊല്ലിക്കാനായിരുന്നല്ലോ ഈ പാടുപിടി കഴിച്ചത് എന്നോർത്ത് അദ്ദേഹം സന്യസിക്കാൻ ഒരുങ്ങിയതാണ്. എനിക്ക് വേണ്ട ഈ രാജ്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജേതാക്കൾ എങ്ങനെയായി? രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ജേതാവ് ഏറ്റവും വലിയ പരാജിതനായിട്ട് മാറി. പരാജിതന്മാർക്കുണ്ടായതിനേക്കാൾ ദുഃഖം ജേതാവിനുണ്ടായി. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ജയം എന്ന് പറയുന്നത് ആധ്യാത്മികമായ ജയമാണെന്ന് പറയാനുള്ള കാര്യം. ആധ്യാത്മികമായ ജേതൃത്വം സിദ്ധിക്കുന്നയാൾ തോൽക്കുക എന്ന് പറയുന്നതില്ല. ഇവൻ സ്ഥാനം പോകുമ്പോൾ തോൽക്കും, യുദ്ധമുണ്ടായാൽ തോൽക്കും. ആധ്യാത്മിക ഔന്നത്യമുള്ളവൻ ഒന്നിലും തോൽക്കുന്നില്ല. ആ ഔന്നത്യം യഥാർത്ഥമായ ആധ്യാത്മിക ഔന്നത്യമാണെങ്കിൽ അത് തോൽക്കുന്നില്ല. നിസ്സംഗന് തോൽവിയില്ല, നിസ്സംഗന് പരാജയമില്ല, നിർമ്മമന് തോൽവിയില്ല. അതുകൊണ്ടാണ് അവൻ അമരനാണ് എന്നുള്ള സങ്കല്പം വരുന്നത്. അതാണ് അമൃതത്വം.